ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾ തംബ്നെയിലും ടൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് ഞാൻ അധികം ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ക്യാപ്കട്ടിനകത്ത് എങ്ങനെ എഡിറ്റ് ചെയ്യുക, അങ്ങനെ ചെയ്യുക, എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. സോ ക്യാപ്കട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് അറിയാത്തവരായിട്ട് കുറേ ആൾക്കാരുണ്ടാവും തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ക്യാപ്കട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തു. സോ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ക്യാപ്കട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ VPN യൂസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പ്രോട്ടോൺ VPN ആണ്. ഇതല്ലാതെ ടെർബോ VPN, സെക്യൂർ VPN ഒക്കെയാണ്. ഈ ടെർബോ VPN നിങ്ങൾക്ക് iOS-ൽ അവൈലബിൾ ആണ്. അപ്പോൾ അധികം പറഞ്ഞ് ലാഗ് അടിക്കുന്നില്ല, ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതാണ് ക്യാപ്കട്ടിൻ്റെ ഇൻ്റർഫേസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന മുകളിനകത്ത് കാണുന്ന സെറ്റിംഗ്സ് ഓപ്ഷൻ ഞെക്കിയിട്ട് ഈ ആഡ് ഡിഫോൾട്ട് എൻഡിങ്ങിൻ്റെ റൈറ്റ് സൈഡിൽ ഈ ഒരു ഓപ്ഷൻ ഞെക്കിയിട്ട് ഡിസ്കാർഡ് വെക്കുക. അപ്പോൾ അത് ഓഫ് ആവുന്നതാണ്. അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ VN ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വാട്ടർമാർക്ക് വരും അവസാനം. അപ്പോൾ അതുപോലെ ക്യാപ്കട്ടിലും വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അവസാനത്തിൽ ഒരു വാട്ടർമാർക്ക് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് ഓഫാക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ ഓഫാക്കി കഴിഞ്ഞാൽ അതിന് വാട്ടർമാർക്ക് വരത്തില്ല. ഓക്കെ, അപ്പോൾ അത് തന്നെ നിങ്ങൾ പ്ലസ് ഒക്കെ ഞെക്കിയിട്ട് നിങ്ങൾ അതിലൊരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ സ്റ്റോക്ക് വീഡിയോസ് ഇതിനകത്ത് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അത് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാപ്കട്ട് ഉപയോഗിക്കുന്ന സമയത്ത് VPN യൂസ് ചെയ്യണം. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. VPN യൂസ് ചെയ്താലേ നിങ്ങൾക്ക് ഇതിനകത്തുള്ള എഫക്ട്സും ഫിൽറ്റേഴ്സൊക്കെ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലും ഈ VPN യൂസ് ചെയ്യണം. അപ്പോൾ ക്യാപ്കട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ VPN മസ്റ്റായിട്ടും ഉപയോഗിക്കുക. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ജസ്റ്റ് പ്ലേ ചെയ്യാം. അപ്പോൾ ഇതാണ് ആ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഒഴിവാക്കണം, മ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. മ്യൂട്ടായി. അതുപോലെ ഇപ്പോൾ ഞാനെന്തെങ്കിലും എഡിറ്റൊക്കെ ചെയ്തെന്ന് വിചാരിച്ചോ. അപ്പോൾ അങ്ങനെ ഒരു ചെയ്ത ശേഷം അത് ബാക്കോട്ട് അടിക്കണമെങ്കിൽ അൺഡോ ബട്ടൺ ഉണ്ട്. അതുപോലെ മുന്നോട്ട് പോകാൻ റെഡോ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഇത് ഫുൾ സ്ക്രീൻ ആയിട്ട് ഈ വീഡിയോ കാണാനുള്ള ഒരു ഫുൾ സ്ക്രീൻ ബട്ടണും കൊടുത്തിട്ടുണ്ട്. അടുത്തെന്ന് വെച്ചാൽ കവർ എന്ന് വെച്ചൊരു ഓപ്ഷൻ ഉണ്ട്. കവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വാട്സപ്പിലൊക്കെ ഇങ്ങനെ ഒരു വീഡിയോ അയക്കുകയാണെങ്കിൽ ഫസ്റ്റ് തുടക്കത്തിലൊരു ഫോട്ടോ വരുന്നതാണ്, ഒരു പ്ലേ ബട്ടൺ ഞെക്കിയിട്ട്. അപ്പോൾ ആ ഫോട്ടോ ഈ വീഡിയോയിൽ ഏത് ഭാഗമാണോ വേണ്ടതെന്ന് ഇവിടെ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അപ്ലോഡ് ആക്കിയിട്ട് നിങ്ങളുടെ ഫയലിനകത്തൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ സേവ് ആക്കി കഴിഞ്ഞാൽ അവിടെ ആ ഒരു കവർ ഇമേജ് ആയിട്ട് സെറ്റ് ആവുന്നതാണ്. ഓക്കെ, അതിനുശേഷം ആഡ് ഓഡിയോ ആക്കി കഴിഞ്ഞാൽ ഇവിടെ മ്യൂസിക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഓഡിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഇവിടെ സൗണ്ട്സിനകത്ത് പോയിട്ട് ഫയൽ ആക്കിയിട്ട് ഫ്രം ഡിവൈസ് ആക്കിയിട്ട് ഇവിടെ നിന്നാണ് നിങ്ങളെ മ്യൂസിക്സൊക്കെ ജസ്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സെർച്ച് ചെയ്തിട്ടാണ് ഇവിടുന്ന് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യുന്നത്, ഫയലിനകത്ത് പോയിട്ടല്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മ്യൂസിക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു മ്യൂസിക് ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ആ വീഡിയോനകത്തുള്ള മ്യൂസിക് എനിക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണമെങ്കിൽ ഈ എക്സ്ട്രാക്ട് സൗണ്ട് ഫ്രം വീഡിയോ ആക്കിയിട്ട് ഏത് വീഡിയോ ആണോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഓഡിയോ മാത്രം എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നതാണ്. എന്നിട്ട് ആ ഓഡിയോ നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ പ്ലസ് ഒക്കെ ഞെക്കിയിട്ട് അങ്ങനെ ആഡ് ആവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഭാഗം മാത്രം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ആ ഭാഗം മാത്രം നീക്കി വെക്കാവുന്നതാണ്. എന്നിട്ട് ഈ ഓഡിയോനകത്ത് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ് സെറ്റിങ്സൊക്കെ. അപ്പോൾ ഈ ഓഡിയോ പകുതിയിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓഡിയോ ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് കൊടുക്കാം. അതായത് തുടക്കത്തിൽ ഒരു മങ്ങിയ പോലെ തുടക്കം ഒരു സൗണ്ട് കുറഞ്ഞ് മെല്ലെ വരുന്നൊരു ടൈപ്പ്. ഇപ്പോൾ കേട്ടോളൂ, ഇല്ല മെല്ലെയാണ് ആ വരുന്നത്, സൗണ്ട് ഇങ്ങനെ കുറഞ്ഞ് കൂടി വരുന്നതാണ്. അതുപോലെ അവസാനം അതുപോലെ കുറഞ്ഞ് ഫെയ്ഡ് ഔട്ട് ആയി പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് ഓപ്ഷൻ. പിന്നെ വോളിയം കൺട്രോൾ ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറക്കാനും കൂട്ടാനും. അതുപോലെ വോയിസ് ഇഫക്ട്സുകളുണ്ട്. അതായത് ഇപ്പോൾ സ്പോട്ടിഫൈന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, ലോഫി ഒരു മ്യൂസിക്കിൻ്റെ കുറച്ച് സൗണ്ടൊക്കെ എന്താ പറയുക എക്കോ പോലെയൊക്കെ ആയിട്ട് ലോഫി റിവേർബ് കണ്ടില്ല, അങ്ങനത്തെ ടൈപ്പ് കാര്യങ്ങളൊക്കെ എഡിറ്റിംഗ് ഇതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷന് ബീറ്റ്, അതായത് ഇപ്പോൾ ഒരു മ്യൂസിക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മ്യൂസിക് ബീറ്റ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ബീറ്റ് വേണം, ഒന്ന് പ്ലേ ചെയ്ത് എനിക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് കണ്ടില്ല. അപ്പോൾ ഇവിടെ അവർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വെച്ചിട്ട് ജനറേറ്റ് ചെയ്ത ബീറ്റ്സുകളാണ് ഇപ്പം കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇല്ല, അതുപോലെ 2 ബീറ്റ് ഉണ്ട്. ഒന്നിങ്ങനെ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ 2 ബീറ്റ് പോലെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് ഓഫാക്കിയിട്ട് നമുക്ക് തന്നെ കസ്റ്റമായിട്ട് ഇങ്ങനെ ബീറ്റ് ആഡ് ചെയ്യാവുന്നതാണ്. ബീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മ്യൂസിക്കിൽ ഏതൊക്കെ ഭാഗമാണോ ഒരു നെക്സ്റ്റ് ക്ലിപ്പ് കൊണ്ടുവരേണ്ടത് അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വീഡിയോ ആഡ് ചെയ്യുമ്പോൾ ഈ യെല്ലോ കളറുടെ ഭാഗം നീക്കിയിട്ട് അവിടെ മാത്രം വീഡിയോ ആഡ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകാം. നമുക്ക് മനസ്സിലായിരിക്കുന്നു. പിന്നെ സ്പീഡ്, അതായത് ഓഡിയോയിൽ നിൽക്കുന്ന സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒറിജിനൽ ഓഡിയോ ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് സ്പീഡ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ റെഡ്യൂസ് നോയ്സ്, അതായത് ഞാനിപ്പം പറയുന്ന വോയിസ് ഓവർ പോലത്തെ വോയിസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നോയ്സ് ഒക്കെ ഉണ്ടാകും. ഇപ്പോൾ ഫാനിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാകും. അതുപോലെ നമുക്ക് കാക്കേനും കുയിലൊക്കെ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി റെഡ്യൂസ് നോയ്സ് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഈ ഓഡിയോ കോപ്പി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഓഡിയോനകത്തുള്ളത്. അപ്പം പിന്നീട് നമ്മൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്ലസ് ഒക്കെ ഞെക്കിയിട്ട് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ നിങ്ങൾക്ക് ജസ്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ,
അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർലേ ആയിട്ട് നിങ്ങൾക്കൊരു വീഡിയോയിലെ ഫോട്ടോ ആഡ് ചെയ്യും. ഈ ഓവർലേ ആഡ് ഓവർലേ ആക്കിയിട്ട് ഈ സ്റ്റോക്ക് വീഡിയോസിനകത്ത് വേണ്ടി ഞാൻ വൈറ്റ് ഞാൻ ഇഷ്ടം ആഡ് ചെയ്യാം. ഇല്ല, ഇപ്പോൾ ഇത് ഓവർലേ ആയിട്ട് ഈ വീഡിയോൻ്റെ മുകളിലായിട്ടൊരു വീഡിയോ വന്നു, അല്ലെങ്കിൽ വീഡിയോയിലെ ഫോട്ടോ വന്നു ഇതിൻ്റെ മുകളിലായിട്ട്, അങ്ങനെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതാണ് ഓവർലേ. അടിയിൽ വരുന്നതിനാണ് ഓവർലേ എന്ന് പറയുന്നത്. ഇത് മെയിൻ വീഡിയോ, അതായത് നമ്മൾ സാധാരണ നോർമലി ആഡ് ചെയ്യുന്ന വീഡിയോസ്. ഓക്കെ, മനസ്സിലായെന്നായിരിക്കുന്നു. അപ്പോൾ ഈ മെയിൻ വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ വീഡിയോ സ്പ്ലിറ്റ് ചെയ്യാൻ, അതായത് കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതിൽ നോർമലും ഉണ്ട്, കർവും ഉണ്ട്. നോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വീഡിയോക്കെ എഡിറ്റ് ചെയ്യുന്ന പോലെ സ്ലോ മോഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ, അല്ലെങ്കിൽ സ്പീഡാക്കി കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ നമ്മൾ വീഡിയോക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സ്ലോ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ലാഗായി വരും, കണ്ടില്ലേ, കുറച്ചൊരു സ്റ്റെക്ക് പിടിച്ച പോലെ. അപ്പോൾ ഈ ക്യാപ്കട്ടിനകത്ത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് മേക്ക് ഇറ്റ് സ്മൂത്തറാക്കി ബെറ്റർ ക്വാളിറ്റി ഇട്ടിട്ട് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ലാഗ് ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് നമ്മൾ സ്ലോ മോഷൻ ആക്കി എടുത്ത പോലെ ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്ലോ ആക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ സ്പീഡിൽ കർവിനകത്ത് പോയി കഴിഞ്ഞാൽ സ്പീഡ് കൂട്ടാനും കുറക്കാനും നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം ഇവിടെ ഒരു ഭാഗം സ്പീഡ് കൂട്ടണം, ഈ ഭാഗം സ്ലോ ആക്കി എടുക്കണം, ഈ ഭാഗം പ്ലേ ചെയ്തിട്ട് ഇന്ന ഭാഗത്ത് സ്പീഡ് കുറക്കണം എന്നുണ്ടെങ്കിൽ അടിയിലോട്ടേക്ക് പോയാൽ സ്ലോ ആവും, മുകളിലോട്ടേക്ക് പോയാൽ സ്പീഡാവും. അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ വീഡിയോനകത്ത് ഇങ്ങനെ ലാഗ് വരില്ല സ്ലോ ആകുന്ന സമയത്ത്. അപ്പോൾ മേക്ക് ഇറ്റ് സ്മൂത്തറാക്കി ബെറ്റർ ക്വാളിറ്റി ആക്കിയിട്ട് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ സ്മൂത്തായിട്ട് കിട്ടുകയും ചെയ്യും, സ്പീഡും സ്ലോവും എഫക്റ്റും വരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു കുറേ പ്രീസെറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഫ്ലാഷ് എന്ന് വെച്ചാൽ ആദ്യം കുറേ ഫാസ്റ്റായിട്ട് വരും, ഇവിടെ നിന്ന് സ്ലോ ആയി പോകും, പിന്നെ അവസാനത്തെ ഭാഗം സ്ലോ ആയിട്ട് പോകും. അപ്പോൾ അങ്ങനെ പ്രീസെറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയൊക്കെയാണുള്ളത്. പിന്നെ ആനിമേഷൻ ഉണ്ട്. ഇപ്പോൾ ഇൻ ആനിമേഷൻ, ഔട്ട് ആനിമേഷൻ. ഇൻ ആനിമേഷൻ വെച്ചാൽ ഫെയ്ഡിനായിട്ട് വരുന്നത്, അതായത് തുടക്കത്തിലൊരു ബ്ലാക്ക് ആയിട്ട് വരുന്നൊരു, അല്ലെങ്കിൽ തുടക്കത്തിൽ തുള്ളി വരുന്നത്. അതുപോലെ ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം അങ്ങനെ വരണം, അവസാനത ഇതുപോലെ ഫെയ്ഡിനായിട്ട് പോകണോ അല്ലെങ്കിൽ കറങ്ങിപ്പോകണോ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ കോംബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെയും ആദ്യത്തെയും എല്ലാം കൂടി വീഡിയോ മൊത്തത്തിലായിട്ട് എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ എഫക്റ്റ് ആഡ് ചെയ്യാം. കണ്ടില്ല, അതായത് വീഡിയോ തുടക്കത്തിലും ഉണ്ടാവും, ഈ വീഡിയോ അവസാനം കഴിയുന്നവരെ നിങ്ങൾക്ക് അങ്ങനെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഇന്നും ഔട്ടും കോംബോവും എല്ലാം കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും കൊണ്ടുവരാമെന്നാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങനെ ഡ്യൂറേഷനൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. പിന്നെ ഈ സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെയിൻലി ഫോട്ടോനാണ് ഉണ്ടാവുക, അതിനെപ്പറ്റി ഞാൻ വേറെ വീഡിയോ ചെയ്യേണ്ടി വരും. പിന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ കട്ട് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോനകത്തൊരു മനുഷ്യനുണ്ടെന്ന് വിചാരിച്ചോ, ഇപ്പോൾ ഇവിടെ ഒരാളുണ്ടെന്ന് വിചാരിച്ചോ, ഇയാളെ മാത്രം നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ കട്ട് ഔട്ട് ഓപ്ഷൻ നോക്കിയിട്ട് ഈ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തിട്ട് അയാളെ മാത്രം നിങ്ങൾക്ക് കിട്ടുന്നതാണ്, കണ്ടില്ല. അതുപോലെ പിന്നീടെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ വരച്ചിട്ട് ഒരു ഭാഗം മാത്രം നിങ്ങൾക്ക് ഇങ്ങനെ മാസ്ക് ചെയ്തെടുക്കാൻ പറ്റും, കട്ട് ചെയ്തിട്ട് മാസ്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ ഗ്രീൻ സ്ക്രീനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്രീന് കട്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം കുറക്കാനും കൂട്ടാനും, പിന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഓഡിയോ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാം, വീഡിയോ ഓഡിയോ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയൊരു ഓപ്ഷൻ. ഇപ്പോൾ വീഡിയോനകത്തുള്ള ഓഡിയോ താഴോട്ടേക്ക് വന്നില്ലേ, അപ്പോൾ അത് സെപ്പറേറ്റ് ആയി. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ എഡിറ്റിനകത്ത് ഇപ്പോൾ ഈ വീഡിയോനെ റൊട്ടേറ്റ് ചെയ്യണം, തലതിരിച്ച് വരുത്തണമെങ്കിൽ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ മിറർ ചെയ്യാൻ, അതായത് തലതിരിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ബേസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ട രീതിയിൽ അലൈൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്കെയിലും റൊട്ടേറ്റും പൊസിഷനൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഓപ്ഷനാണ്. റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടുവിലായിട്ട് കറക്റ്റ് വരുന്നതാണ്. ഓക്കെ, അത് പിന്നെ ഫിൽറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽറ്റർ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഒരുപാട് ഫിൽറ്റേഴ്സുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിൽറ്റേഴ്സാണ് ഇത് റോബസ്റ്റ്, ഹംബിള്, സാൾട്ട് സിസ്റ്റം, മെറ്റൽ, ഗ്രീനിഷ്, അങ്ങനെ ഒരുപാട് ഫിൽറ്റേഴ്സൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സേവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇങ്ങനെ ബ്രൈറ്റ്നസ്, സാച്ചുറേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ക്യാപ്കട്ടിൻ്റെ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ റീടച്ച്, അതായത് പണ്ട് വ്യൂ ക്യാം പെർഫെക്റ്റ് അങ്ങനത്തെ ആപ്പൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തുള്ള ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റില്ല സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും. അത് നിങ്ങളുടെ കയ്യിൽ ഈ ഒരു വീഡിയോയിൽ ഒരു ഫേസ് ഉണ്ടെങ്കിൽ ആ ഫേസ് ഫേസിൽ നിങ്ങൾക്ക് വെളുപ്പിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്, ഉണ്ടല്ല. അവരുടെ മുഖം ബ്രൈറ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ മാസ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ മാസ്കിങ് ഓവർലൈനകത്താണ് കൂടുതൽ എഫക്റ്റ് ആവുക. ഈ അടുത്തെന്ന് വെച്ചാൽ ഓവർലേ ആണ്, അതായത് ഈ വീഡിയോനെ ഒരു ഓവർലേ ആയിട്ട് ആക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തു എന്നിട്ട് ഈ ഓവർലേ ആക്കി കഴിഞ്ഞാൽ അത് അടിയിലോട്ടേക്ക് വരും. അതൊരു ഓവർലേ ആയിട്ട് വരും, കണ്ടില്ല, അതൊരു ഓവർലേ ആയിട്ടാണ് ഉള്ളത്. അതിൻ്റെ മുകളിൽ അടിയിലായിട്ടൊരു വീഡിയോ ആയിട്ട്. ഓക്കെ,
എനിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ നല്ല കുലുക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കുലുക്കം ഒഴിവാക്കാൻ വേണ്ടി സ്റ്റെബിലൈസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. മിനിമൽ ക്രോപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുലുക്കം സ്റ്റെബിലൈസ് ചെയ്യുന്ന സമയത്ത് ക്രോപ്പ് ചെയ്തിട്ടാണ് കുലുക്കം ഒഴിവാക്കുന്നത്. അപ്പോൾ എങ്ങനെ രീതിയിൽ ക്രോപ്പ് ചെയ്യണം, നല്ല രീതിയിൽ ക്രോപ്പ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ സ്റ്റെബിലൈസ് ചെയ്ത് കിട്ടുന്നതാണ്. ഇത് മോസ്റ്റ് സ്റ്റേബിളൊക്കെ ഇട്ടാൽ നല്ല രീതിയിൽ ക്രോപ്പ് ആകുന്നതാണ്, പക്ഷേ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് കിട്ടും. അതിന് കുലുക്കങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ നല്ല രീതിയിൽ ക്വാളിറ്റി ലോസ് ആകും ക്രോപ്പ് ആകുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ റെക്കമെൻഡഡ് വരെ പോവാം, അതിന് മുകളിൽ പോകാതിരിക്കലായിരിക്കും നല്ലത്. ഓക്കെ. പിന്നെ ഒപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാനും, പിന്നെ ഞാൻ നേരത്തെ പോലെ റെഡ്യൂസ് നോയ്സ്, വോയിസ് എഫക്ട്സ് ഒക്കെ ഇതിനകത്തുണ്ട്, വീഡിയോനകത്തുണ്ട്. പിന്നെ റിവേഴ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഫ്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം മാത്രം കുറച്ച് നേരം സ്റ്റെക്കായി നിൽക്കണമെങ്കിൽ വീഡിയോ ഇങ്ങനെ നിന്ന് ആ ഭാഗം മാത്രം സ്റ്റെക്കായി നിന്ന് കണ്ടില്ല, എന്നിട്ട് വീണ്ടും തുടങ്ങി അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് ഫ്രീസ്. അതുപോലെ മോഷൻ ബ്ലർ ഉണ്ട്. അതായത് ഈ വീഡിയോയിൽ നമ്മൾ കാണേണ്ട വീഡിയോസൊക്കെ നിങ്ങൾ കാണാറുണ്ടാവും, ഒരു ബ്ലറായിട്ട് വന്നിട്ടുള്ളൊരു ഈ എഫക്റ്റ്. ഇവിടെയുള്ളൊരു മോഷനായിട്ട് വരുന്നുണ്ടല്ലോ. സോ അതൊക്കെ ജസ്റ്റ് ഒരു ക്ലിക്കിനകത്ത് നിങ്ങൾക്ക് മോഷൻ ബ്ലർ ആഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇവിടെ. അതുപോലെ 2 വീഡിയോൻ്റെ ഇടയിൽ ഇതുപോലൊരു വര കാണാം. അത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ട്രാൻസിഷൻ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം അടുത്തൊരു വീഡിയോയിലേക്ക് വരുമ്പോൾ ഫ്രെയ്ഡായിട്ട് വരണോ, അല്ലെങ്കിൽ മിക്സായിട്ട് വരണോ, അല്ലെങ്കിൽ വൈറ്റ് കളറായിട്ട് വരണോ, അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ അപ്ലൈ ടു കൊടുക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം ഈ ഒരു ട്രാൻസിഷൻ അപ്ലൈ ആവുന്നതാണ്. ടെക്സ്റ്റ് ഉണ്ട്. ടെക്സ്റ്റ് ഇപ്പോൾ ആഡ് ടെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ടെക്സ്റ്റ് ന്യൂ 1 എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യുന്ന വെച്ചു. അപ്പോൾ അത് തന്നെ ഫോണ്ട് ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഫോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോബിക്ക്, എവർനെക്സ്റ്റ്, ഗോതം, മോൺസ്റ്ററേറ്റ്, അതുപോലെ സോഫിയ പ്രോ, സീക്വൽ, അൺബൗണ്ട്, ആംഗ്രി, പിന്നെ അതുപോലെ യൂണിവേഴ്സൽ, ഇതൊക്കെ ഗിൻസൽ, ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺസാണ്. പിന്നെ സ്റ്റൈലിനകത്ത് ഇപ്പോൾ പ്രീസെറ്റ്സ് ആയി വേറെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടെക്സ്റ്റിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനും കളർ അഡ്ജസ്റ്റ് ചെയ്യാനും, അതുപോലെ ഒപ്പാസിറ്റി, പിന്നെ സ്ട്രോക്ക് ഉണ്ട്, ഗ്ലോ കുറച്ച് തിളക്കം വരുന്നതാണ്. അതുപോലെ ക്യാൻവാസ്, ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെ കളർ വരണം, ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ഷേപ്പായി വരണം, അതുപോലെ ഷാഡോ, പിന്നെ സ്പേസിങ് ഇടത്തെ സൈഡ് വലത്തെ സൈഡ് വരണമെന്നുണ്ട്. പിന്നെ ബോൾഡ്, ഇറ്റാലിക്ക് ചെരിച്ച് വരണോ, അണ്ടർലൈൻ ചെയ്ത് വരണോ, അതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇഫക്ട്സിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവർ തന്നെ കുറേ പ്രീസെറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൻ്റെ. പിന്നെ ആനിമേഷനകത്ത് പോയി കഴിഞ്ഞാൽ ടെക്സ്റ്റ് തുടക്കത്തിൽ എങ്ങനെ വരണോ എന്നുള്ളത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. തുടക്കത്തിൽ ഫെയ്ഡായിട്ട് വരണമെങ്കിൽ ഇതുപോലെ ഫെയ്ഡായിട്ട് വരും. അപ്പോൾ അത് എത്രത്തോളം ഡ്യൂറേഷൻ, അതായത് ഫെയ്ഡിന് എത്രത്തോളം ടൈം എടുത്ത് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഫെയ്ഡിന് മാത്രമല്ല ഒരുപാട് രീതിയിൽ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് വരുന്ന രീതിയിൽ ടെക്സ്റ്റ് വരണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഔട്ടുണ്ട്. ഔട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ഈ ടെക്സ്റ്റിൻ്റെ അവസാനം എങ്ങനെ അവസാനിക്കണം, ഫെയ്ഡ് ഔട്ടായിട്ട് അവസാനിക്കണം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് പോകണം, അതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഇന്നും ഔട്ടും ഒക്കെ ടൈമൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ അടിയിലുണ്ട്. അതുപോലെ ഈ ലൂപ്പ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്നും ഔട്ടും തുടക്കത്തിലും അവസാനത്തിലും ഒരേ എഫക്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഈ ലൂപ്പ് ഇപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ഇതുപോലെ ഇങ്ങനെ കറങ്ങി പോകും, കണ്ടില്ല. അത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഒരു ലൂപ്പ് എഫക്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ബബിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കോൺവെർസേഷനൊക്കെ നമ്മൾ മലയാളത്തിൽ കാണുന്ന പോലെ കോൺവെർസേഷൻ ടൈപ്പ് പ്രീസെറ്റ്സുകളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ടു സ്പീച്ചാണ്. അതായത് ടെക്സ്റ്റ് ടു സ്പീച്ച് നമുക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് വെച്ചിട്ട് ഒരാൾ വോയിസ് പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരുപാട് വോയിസുകൾ ഇതിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ക്യൂട്ട് ബോയ് ഉണ്ട്, അപ്പോൾ അത് ആഡ് ചെയ്യുന്ന വെച്ചു. എന്നിട്ട് അതിൻ്റെ സ്പീഡ് എത്ര വേണം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. എന്നിട്ട് ടിക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളിപ്പോൾ ന്യൂ 1 എന്നായിട്ടല്ല ടെക്സ്റ്റ് ചെയ്തത്, അപ്പോൾ ആ ക്യൂട്ട് ബോയുടെ വോയിസിൽ ന്യൂ 1 എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്, കണ്ടില്ല. അതുപോലെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബേസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടുവിലായിട്ട് ടെക്സ്റ്റ് വരുന്നതാണ്. അതുപോലെ ലാസ്റ്റിംഗ് ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ അവസാനവും ആദ്യവും നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ലാസ്റ്റിംഗ് ടെക്സ്റ്റ് ആക്കിയാൽ മതി. ട്രാക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം സെറ്റ് ചെയ്ത് ആ ഭാഗത്ത് ടെക്സ്റ്റ് ഇങ്ങനെ ആ ഭാഗം നോക്കി ഇങ്ങനെ ട്രാക്ക് ചെയ്ത് നീങ്ങിപ്പോവും. ഓട്ടോ ക്യാപ്ഷൻ, ഈ വീഡിയോനകത്ത് എന്തെങ്കിലും ഇംഗ്ലീഷ് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാപ്ഷൻ വരുന്നത് അങ്ങനെ സെറ്റ് ചെയ്യാം. പിന്നെ ടെക്സ്റ്റ് ടെംപ്ലേറ്റ്സുകൾ, അതായത് ഇവർ തന്നെ ആനിമേഷനും എഫക്ട്സും കളറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കുറേ ടെക്സ്റ്റ് ടെംപ്ലേറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലിറിക്സ് കണ്ടുപിടിക്കാനും പിന്നെ ഡ്രോ ചെയ്യാൻ, അതായത് ഇപ്പോൾ വരക്കാനൊക്കെ വേണമെങ്കിൽ വരക്കുന്ന ഒരു ഓപ്ഷനാണത്. വീഡിയോയുടെ അവസാനം ആഡ് എൻഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ അവസാനം ഒരു വാട്ടർമാർക്ക് വരും, ഇതുപോലെ നമ്മൾ വീണത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ് നമ്മൾ വെറുതെ ഒഴിവാക്കിയിട്ടുള്ളത്. ഇത് ജസ്റ്റ് നമ്മൾ സാധാരണ വീഡിയോ ആഡ് ചെയ്യുമ്പോൾ ഒന്നും വാട്ടർമാർക്ക് വരത്തില്ല. നമ്മൾ ഈ ആഡ് എൻഡിങ് ഞെക്കിയാലേ ഇതുപോലെ വാട്ടർമാർക്ക് വരത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ നേരത്തെ ഓഫാക്കിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് തുടക്കത്തെ അവസാനം, അല്ലെങ്കിൽ നമ്മൾ VN ഒക്കെ കാണുന്ന പോലെ അവസാനം പോയി ഇതുപോലെ VN ഇങ്ങനെ വാട്ടർമാർക്ക് വരും. അപ്പോൾ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനങ്ങനെ ഒന്നുമില്ല, നമ്മൾ ഓഫാക്കിയത് കൊണ്ട് ഇങ്ങനെ പ്രശ്നമൊന്നുമില്ല.
ഇഫക്ട്സ് ഉണ്ട്. ഇഫക്ട്സ് എന്ന് വെച്ചാൽ ഒരുപാട് ഇഫക്ട്സ്. ഇന്ന് CapCut ഉപയോഗിക്കുന്ന മെയിൻ കാര്യം എന്ന് ഇഫക്ട്സ് ആണ്. വീഡിയോ എഫക്ട്സുകളുണ്ട്. വീഡിയോ എഫക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോനെ മൊത്തത്തിൽ ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള എഫക്ട്സുകളുണ്ട്. അതായത് ഇങ്ങനത്തെ മിന്നുന്ന എഫക്റ്റ് മൊത്തത്തിലായിട്ട് കവർ ചെയ്യുന്നതാണല്ലോ. അതായത് വീഡിയോയുടെ മൊത്തത്തിൽ ഈ എഫക്റ്റ് വരുന്നുണ്ടല്ലോ. ഈ നൊസ്റ്റാൾജിക് ലൈറ്റ് പോലത്തെ, റെട്രോ ബ്ലൂ പോലത്തെ ഗ്ലോ എഫക്റ്റ് വരുന്ന, അതുപോലെ ഈ ബ്ലർ, ഇതൊക്കെ വീഡിയോ മൊത്തത്തിലായിട്ട് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇപ്പോൾ ബ്ലറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അതുപോലെ ബ്ലർ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതുപോലെ ഇപ്പോൾ 2-3 വീഡിയോ ഓവർലായിട്ട് മടിയിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഏതിലേക്കാണ് എഫക്റ്റ് വരേണ്ടതെന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുള്ള ഒബ്ജക്റ്റ്, പിന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഓക്കെ. പിന്നെ ബോഡി എഫക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്തൊരു മനുഷ്യനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഒബ്ജക്റ്റോ എന്തെങ്കിലും സബ്ജക്റ്റായിട്ട് ഉണ്ടെങ്കിൽ അതിനെ മാത്രം കവർ ചെയ്യുന്നുണ്ടില്ല. അതിനെ മാത്രം ഇപ്പോൾ കണ്ണെന്ന് തീ വരുന്ന എഫക്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഇതിനകത്താണ് ഉണ്ടാവുക. ഐ മീൻ മനുഷ്യന്മാരുടെ മുഖത്ത് വരുന്നതിലും. പിന്നെ ഫോട്ടോ എഫക്ട്സ് ഉണ്ട്, ഫോട്ടോന് കവർ ചെയ്യുന്ന രീതിയിൽ സംഭവം. പിന്നെ റേഷ്യോ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, 9:16 ഇപ്പോൾ നമ്മളൊരു വീഡിയോ ആഡ് ചെയ്യുമ്പോൾ ആ വീഡിയോയുടെ കറക്റ്റ് റേഷ്യോയിലേക്ക് വരുന്നത്. ഇപ്പോൾ പക്ഷേ നമുക്ക് വേറെ രീതിയിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 16:9 ആക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ റേഷ്യോയുടെ വീഡിയോ. പിന്നെ ക്യാൻവാസ് നമ്മൾ വീണതൊക്കെ കാണുന്ന സംഭവം തന്നെയാണ്. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇതിനകത്തും ഉണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ വേണ്ട രീതിയിൽ ഒരു ചെയ്തെന്ന് വിചാരിച്ചു, അതൊരു ലെയർ ആയിട്ട് വരും. അപ്പോൾ ആ ലെയർ നിങ്ങൾക്ക് വീഡിയോയുടെ അവസാനം വരുമോ, ഏത് ഭാഗം വരുമോ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത്, അങ്ങനെ ആ സെറ്റ് ചെയ്ത ഭാഗത്ത് മാത്രം നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അതുപോലെ ഫിൽറ്റേഴ്സും നിങ്ങൾക്ക് ഈ ലെയറായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണുള്ളത്. പിന്നെ മുകളിനകത്ത് 180p എന്നുള്ള ഓപ്ഷൻ ആക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇപ്പോൾ 4K വരെയൊക്കെ ഉണ്ട്. നിങ്ങൾ ഫോൺ സപ്പോർട്ട് ചെയ്താണെങ്കിൽ 4Kയിൽ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം റീലൊക്കെ എക്സ്പോർട്ട് ചെയ്ത സമയത്ത് 180p ഇടും, 30 ഹൈയിലിട്ടാണ് എക്സ്പോർട്ട് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഞാൻ ടൂൾസാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ടൂൾസ് തന്നെ മുഴുവനായിട്ട് പരിചയപ്പെട്ടില്ല, കാരണം ഇപ്പം തന്നെ ഒരുപാട് ലെങ്ത്ത് കൂടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ CapCut ഉപയോഗിച്ചിട്ട് സാധാരണ ഒരു നോർമൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.